പപ്പായാണ്. അപ്പോൾ ഇതുകൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് പപ്പായ കൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അടുക്കളയോട്ട് പോവാം. അപ്പോൾ ആദ്യം ഇതൊന്ന് മുറിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാം. വലിയൊരു പപ്പായാണ് കേട്ടോ. ഇത്രയും വേണ്ട, ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. വലിയൊരു പപ്പായാണ് കേട്ടോ ഇത്. വലുതാണെങ്കിൽ ഇതിന് പഴുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലുള്ള പച്ച പപ്പായ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് കളർ ആയതെടുക്കരുത്. ഇതുപോലെ നല്ല പച്ചയായിട്ടുള്ള പപ്പായ എടുക്കണം. അപ്പം ഈ ഒരു മുറി ഞാൻ എടുക്കുന്നുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ കീറിയിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ചെത്തിയെടുക്കാം. സിമ്പിളായിട്ട് തന്നെ ചെത്തിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള പൂ പോലെ ഇരിക്കുന്നതൊക്കെ അങ്ങ് എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞില്ലല്ലോ, എങ്കിലേ അരിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അടിപൊളി അച്ചാറാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാൻ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ പോവാണ്. പിന്നെ മാങ്ങയൊക്കെ നമ്മൾ അരിഞ്ഞ് കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഞാൻ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അരിഞ്ഞു വന്നപ്പോൾ ഇത് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2-3 കഷ്ണം ഞാനങ്ങ് മാറ്റി വെച്ചു. ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഇടണമെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണയും അതിൻ്റെ മുളക് പൊടിയൊക്കെ വേണ്ടി വരും. അപ്പം ഇത്ര ഇടാം. ഇത് തന്നെ അരിഞ്ഞിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നൈസായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ട് മാങ്ങയൊക്കെ അരിയും പോലെ മാങ്ങ നീളത്തിനും അരിയും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തോർന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇടുമ്പോൾ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി തണുക്കാനൊന്ന് മാറ്റി വയ്ക്കുക. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉലുവയും 1/4 ടീസ്പൂണോളം ഉലുവയും കടുകും കൂടെ ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉലുവയും കടുകും വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്, കായം. ഒരു 3/4 ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ്. കടുവും ഉലുവയും പൊടിച്ച് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അതുകൂടെ ചേർക്കുമ്പോഴാണ് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. ഇപ്പം നമുക്ക് കുറേ നാളത്തേന് എടുക്കാം. ഇതിപ്പോൾ കുറച്ച് അച്ചാർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ആഴ്ചയോളം നമുക്ക് എടുക്കാം. ഇനി കഴുകി തോർത്ത് വെച്ചേക്കുന്ന പപ്പായ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചേർത്തിട്ടില്ല, വിനാഗിരി മാത്രം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് ആയിട്ടുള്ള നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങ് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് വെന്ത് പോവരുത്. വെന്ത് പോയാൽ കുഴഞ്ഞു പോവും. മാങ്ങയൊക്കെ അച്ചാറിടുമ്പോൾ മാങ്ങ കടിക്കത്തില്ലേ, അതുപോലെ ഉള്ളൊരു ഇതാകുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട്
നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. വളരെ എളുപ്പം നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം. സിമ്പിളാണ്. അപ്പോൾ മുറ്റത്ത് പപ്പായ ഉള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി പപ്പായ അടത്തിക്കൊണ്ടുവന്ന് അച്ചാറിട്ട് നോക്ക്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി നാരങ്ങയും മാങ്ങയും ഒന്നും വാങ്ങിച്ച് പൈസ കളയണ്ട. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാങ്ങ അച്ചാറിൻ്റെ അതേ ടേസ്റ്റാണ്. മാങ്ങ കഴിക്കും പോലെ തന്നെയാണ് കേട്ടോ. മാങ്ങ അച്ചാർ കഴിക്കും പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാടങ്ങ് വെന്ത് പോകരുത് കേട്ടോ. മാങ്ങയൊക്കെ കടിക്കുമ്പോഴുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മാങ്ങ അച്ചാറിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങയും നാരങ്ങയും മേടിച്ച് പൈസ കളയണ്ട. പപ്പായ നേരെ പോയി പപ്പായ പറിച്ചുകൊണ്ട് വരിക, അച്ചാറുണ്ടാക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾറെഡി ഓപ്ഷൻ തന്നെ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.